ഓ സംശയം വന്നിട്ടുവോ സാറിന്? അപ്പൊ സാറിന്റെ ഈ വീഡിയോസും ഒത്തിരി ഇതെല്ലാം ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. ഉം. ഏ ഓ അപ്പൊ ഞാൻ ആദ്യം ഈ പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി കുറേ നാളൊക്കെ എനിക്ക് തലയിൽ ഇങ്ങനെ പെരുപ്പും ഉം. അങ്ങനെ ശൂന്യം ഒക്കെ വരാറുണ്ടായിരുന്നു സാറേ. ഉം. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിപ്പോൾ ഒരു 2-3 മാസമായിട്ട് തലയിൽ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ധ്യാനം ചെയ്യാൻ രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് ധ്യാനം ചെയ്യാൻ ഇരിക്കുമായിരുന്നു. അപ്പം ഇരുന്ന് കഴിഞ്ഞ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ശൂന്യം കിട്ടും. അത് കഴിയുമ്പോൾ ഇങ്ങനെ ചിന്തകൾ വരും. ചിന്തകൾ വന്നു കഴിയുമ്പം ചിന്ത വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയറ്റിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ഒരു ദീർഘശ്വാസം അങ്ങ് വരും. ഉം. അതിന് ശേഷം അങ്ങനെ കുറേ നാളായിട്ട് അങ്ങനെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ തലയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ പെരുപ്പ് അങ്ങ് മാറിയിട്ട് തലയിൽ ഇങ്ങനെ കിടന്ന് ഓടുന്നതും അങ്ങോട്ട് വായുന്നതും ഒക്കെ ആയിട്ട് ചില ശബ്ദം പോലെയൊക്കെ എനിക്കങ്ങ് തോന്നുമായിരുന്നു. ഉം. അത് കഴിഞ്ഞ് സാറേ ഇപ്പോൾ ഒരു മാസത്തോളമായി അതിങ്ങ് വന്നിട്ട് ഈ തലയുടെ നെറുകയില്ലേ, നെറുകയിലും പിന്നെ കണ്ണിന്റെ പുരികമധ്യത്തിലും ഈ നെറ്റിയുടെ തടത്തിലുമായിട്ട് ഇങ്ങനെ കടിക്കുന്നത് പോലെ ഭയങ്കര വേദനയില്ല. ഭയങ്കരമായിട്ട് ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോഴും അല്ലാതെ തന്നെ ഇരിക്കുമ്പോഴും ടി വിയിൽ ന്യൂസ് കാണുമ്പോഴും എപ്പോഴും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക സാറേ. അത് ഞാൻ ഒരുപാട് സാറിന്റെ ഈ കുണ്ടലിനി ശക്തിയെക്കുറിച്ചും ഒത്തിരി വീഡിയോസ് ഇപ്പം ഞാൻ അതുകൊണ്ട് അതെന്തോ ആയിരുന്നു അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആരോടും ഇതിങ്ങനെ സംശയം ചോദിച്ചുമില്ല പറഞ്ഞുമില്ല. അപ്പൊ സാറിന്റെ ഒത്തിരി വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. തന്നെയാണ് നിങ്ങൾ ധ്യാനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഊർജം ഉണർന്നു വരുന്നതാണ്. കേട്ടോ. അപ്പൊ എനിക്കിങ്ങനെ ഒരു ചിലപ്പോ ഒക്കെ ഒരു ടെൻഷൻ ഉണ്ടാകാറുണ്ട് സാറേ. ഇങ്ങനെ കൂടുതലായിട്ട് ഞാൻ ധ്യാനത്തിലിരുന്ന് ഇങ്ങനെ ഒരു ശൂന്യമൊക്കെ കിട്ടുന്ന ആ സമയത്ത് ഒരുപാട് ഇങ്ങനെ നഖം ഇങ്ങനെ നമ്മൊരു അനുഭവമാണ് അങ്ങനെ ഇറങ്ങുന്നത് പോലെയും ഒരു കടിക്കുന്നത് പോലെയും എന്തോ ഇങ്ങനെ ഭയങ്കരമായിട്ട് നെറ്റിയുടെ ആ പുരികത്തിന്റെ മധ്യത്തില് പിന്നെ തലയുടെ നെറുകയിലും പിന്നെ ഓടുന്നതും പായുന്നതും ഈ ചെവിയുടെ പുറകിൽ നിന്നൊക്കെ ഇങ്ങനെ പായുന്നത് പോലൊക്കെ. അപ്പം ഞാനിത് ആദ്യം എനിക്കൊരു ഭയമായിരുന്നു സാറേ, എനിക്ക് തലയിലാവുമ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടാവും. അപ്പം അത് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടു. അപ്പം ആരും ഇങ്ങനെയുള്ള ഒരു സംശയം ആരും ചോദിക്കുന്നതായിട്ട് കേൾക്കുന്നില്ല. അപ്പം ഞാൻ നേരിട്ടൊന്ന് വിളിക്കാൻ നോക്കിയതാണ്. എല്ലാവരും ഈ സംശയം തന്നെയാണല്ലോ ചോദിക്കുന്നത്. അതോ അപ്പൊ ഇങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല സാറേ ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഓടുന്നതും പായുന്നതും ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ കടിക്കുവോ? അപ്പൊ എന്ത് പറഞ്ഞു ഞാൻ ഒരു വർഷമായിട്ട് ഓരോരുത്തര് പറയുന്നത് ഓരോ ഭാഷയിൽ പറയണമെന്നേ ഉള്ളൂ. കടിക്കുന്നതല്ലല്ലോ, എനർജി അവിടെ വന്നിട്ട് ഇങ്ങനെ മുറുകുന്നത് പോലെ തോന്നും സാറേ. ഞാൻ അത് കഴിയുമ്പോ നെറ്റിത്തടത്തിലൊക്കെ ഒന്ന് കണ്ണാടി എടുത്ത് നോക്കാറുണ്ട്. അവിടെ വന്നിട്ട് ആ എനർജി വന്നിങ്ങനെ സമ്മർദ്ദത്തിലാവുന്നതാണ്. അപ്പൊ ആ നാഡികളെ തുറക്കാൻ ശ്രമിക്കുന്നതാണ്. മനസ്സിലാ. ഞാൻ ആരോടും വേറെ ആരോടും ചോദിച്ചില്ല സാറേ. അതിനെന്താ മനസ്സിനെ ചേർത്ത്. അപ്പൊ സാറിന്റെ നമ്പർ കണ്ടപ്പോ സാറിനോട് നേരിട്ട് അത് കേക്കൂ. അപ്പൊ ചോദിച്ച സ്ഥിതിക്ക് നിങ്ങൾ അത് മനസ്സിലാക്കും. ഇതാണ് കാര്യം. മനസ്സിലാവുണ്ടോ? മനസ്സിലായി. അത് വേറെ ആരോടും ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ അറിയുന്ന ആളുകളില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സാറിന്റെ വീഡിയോസ്. അപ്പൊ ഞാൻ അതിന് ശേഷം എനിക്കിപ്പോ ഒരു മാസമായില്ല ഇങ്ങനത്തെ ഒരു അനുഭവം. അപ്പൊ ഞാൻ ഓർത്തു ഞാനിപ്പോ ഒരു വർഷമായിട്ട് വെജിറ്റേറിയൻ ആയി. അപ്പൊ ഇങ്ങനെ ധ്യാനം രാവിലെയും വൈകിട്ടും ഒക്കെ ചെയ്യുന്നു. അപ്പം എന്തോ ശക്തി എന്നിൽ നിന്ന്. അപ്പൊ ഞാൻ ഒരുപാട് നേരത്തെ ഒക്കെ ഇങ്ങനെ എനിക്ക് ഇരുന്ന് ഇത് ധ്യാനത്തിന് ഇരുന്ന് ക്ലാസ് കേൾക്കാൻ തുടങ്ങുമ്പോ തന്നെ ഇങ്ങനെ തലയിൽ ഓട്ടവും പാച്ചിലും ഭയങ്കരമായിട്ട് തോന്നും. അപ്പം ഇടയ്ക്ക് നല്ല ഇങ്ങനെ ശൂന്യസ്ഥിതി വരുമ്പം ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞ അനുഭവങ്ങളൊക്കെ. അതുകൊണ്ട് ആരോടും ഒരു സംശയം ഇതുവരെ ഞാൻ ചോദിച്ചില്ല സാറേ. വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊരു ഉറപ്പ് വരുത്താനാണ്. ഒരു കുഴപ്പമില്ല. അതിങ്ങനെ തുറന്നാല് അതാണ് ഈ മുട്ടുവിൻ തുറക്കപ്പെടുന്ന പറയുന്നത്. ഈ ഊർജം ഇങ്ങനെ ഉണർന്ന് ഓരോ നാഡികളിലെയും ബ്ലോക്കുകളെ കുത്തി തുറന്ന് അങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. അതിന്റെ അനുഭവം കേട്ടോ. അപ്പോൾ അതുണ്ടാവും. അത് തുറക്കുന്നത് വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അത് ഞാനിങ്ങനെ ധ്യാനം ചെയ്ത് സാറേ ഇങ്ങനെ ഈ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ശക്തി
നമ്മിലേക്ക് വരും. അതിനു വേണ്ടി അങ്ങനൊന്നും ഞാൻ അറിയത്തുള്ളൂ. അതിന് കൂടുതലൊന്നും അറിയത്തില്ല. പക്ഷെ സാറിന്റെ ക്ലാസ് ഇന്റർവ്യൂ ഒക്കെ ഒരുപാട് ഞാനിപ്പോൾ കാണാറുണ്ട്. അന്നേരമാണ് എനിക്ക് ഇതെല്ലാം മനസ്സിലായത്. ഈ കുണ്ടലിനി ശക്തിയെക്കുറിച്ചും ഓരോ ചക്രാസുകളെ കുറിച്ചും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഞാൻ നോക്കുന്നുണ്ട്. വായിച്ച് പഠിക്കൂ. ഒരുപാടുണ്ട്, പഠിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിന്റെ കൂടെ സാധന ചെയ്യുന്നതിന്റെ കൂടെ സ്വാധ്യായം സ്വയം പഠിക്കുകയും വേണം. എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് സാറേ. അതൊരു സംശയം ചോദിക്കാൻ വേണ്ടി മാത്രമായിരുന്നേ. അപ്പൊ മറ്റുള്ളവരുടെ അനുഭവം പറയുമ്പോ ഇങ്ങനെ ഒരു അനുഭവം പറയുന്നില്ല. ഇങ്ങനെ നിങ്ങളത് ശ്രദ്ധിക്കായിട്ടാണ് എല്ലാവരും ഈ അനുഭവം തന്നെ പറയണത്. അത് സാറേ ഞാന് ഇപ്പൊ ചിലപ്പോ ആരെങ്കിലോട് ഒന്ന് സംസാരിച്ചോണ്ട് നിൽക്കുവാണേലും ഒക്കെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ടിവിയിലെ ന്യൂസ് കാണുമ്പോൾ ഇങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിന്റെ സംഭവം എന്താന്ന് പറഞ്ഞില്ലേ? മനസ്സിലായി സാറേ. താങ്ക് യു. സാറിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് സാറേ. താങ്ക് യു. ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അത് ആ മനസ്സിലായി സാറേ. അത് അനുഭവം ഉള്ളവരോട് സാറ് മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ പകർന്നു കൊടുക്കുന്നത് കൊണ്ട് നേരിട്ടൊന്ന് ചോദിക്കാൻ വിളിച്ചതാ. ആയിക്കോട്ടെ, ശരി. ശരി. ചെയ്യൂ. ശരി സാർ. നിയന്ത്രിക്കാനാവാത്ത കോപം, അമിതമായ ഉത്കണ്ഠ, വിഷാദം, വിട്ടുമാറാത്ത ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ, ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം. ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 9 മണി വരെ. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9895610455 എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക. പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം തുരീയം കുണ്ടലിനി രഹസ്യം. ഈ പുസ്തകം ആവശ്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വിലാസം വാട്സപ്പ് ചെയ്യുക. വില 250 രൂപ.